ഇതെന്തോ കോഴിക്കളാണ് തീറ്റവിടെ ഊറ് നാട്. ഞാൻ കോയിനൊക്കെ മുട്ട വെക്കാനോ ഓടും ഉളുപ്പില്ലാത്തൊരു സാധനം. അല്ല സീതേ, ഇനി എന്താ അവിടുന്ന് ഒറ്റയ്ക്ക് വർത്താനം പറയുന്നത്? ഇന്നലെ വരെ എനിക്കൊരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ, എന്ത് പറ്റി? ഇനി അതങ്ങ് പറഞ്ഞോ. എനിക്ക് ഭ്രാന്താണ്. വേഗം പോയി പത്രത്തിലങ്ങ് അടിച്ചോ. അല്ലവളെ, ഇനി എന്തിന് എന്നോട് ചൂടാകുന്നത്? ഞാൻ ആരോട് ചൂടായതല്ല, ഞാൻ എന്റെ വേദന പറഞ്ഞു. അല്ല, എന്താ എന്റെ വേദന? എന്താ എന്റെ പ്രശ്നം? ഇവിടെ ഇരിക്കി, ഞാൻ ചോദിക്കട്ടെ, എന്താ എന്റെ പ്രശ്നം? അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. എന്റെ അവസ്ഥ നിനക്കായിരുന്നെങ്കിലോ? എന്തായാലും ഇപ്പൊ എന്റെ അവസ്ഥ അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഓ, എനിക്കിനി ഒന്നും മനസ്സിലാകുകയല്ലോ, ഞാനൊരു വണ്ടിയാന്നല്ലോ എന്നാണോ ഞാൻ പറഞ്ഞേ? പിന്നെ നിനക്കറിയാലോ, 10-20 കോഴിക്കളെ ഞാൻ പോറ്റി. ഒരു മുട്ട പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ പ്രശ്നം. ഇനി ഒരു കാര്യം ചെയ്യും, പൂവൻ കോയിനൊക്കെ അങ്ങ് ഒഴിവാക്കി പെടക്കോയിനെ പോറ്റ്, എന്റെ പ്രശ്നങ്ങളൊക്കെ തീരൂ. നിന്റെ കോഴിക്കളൊക്കെ പെടതന്നെ. എന്നിട്ട് എന്താ എന്റെ കോഴി മുട്ട ഇടുന്നില്ലേ? മുട്ട ഇടുന്നില്ല എന്ന് ആര് പറഞ്ഞേ? ഇന്റെ കോഴി മുട്ട ഇടുന്നുണ്ട്. മുട്ട ഇടുന്നതൊക്കെ എന്റെ ഭഗവാൻ, കടീശ കേക്കണ്ട. ഓള് കേട്ടാലെന്താ? ഓള് കേട്ടാ തന്നെയാ ഞാൻ പറയുന്നത്. അല്ല സീതേ, നിങ്ങൾ രണ്ടാളും ഒരു മനസ്സും രണ്ട് ശരീരമായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? അതാ ഞാൻ പറയുന്നു. ഓൾ ഇത്രയ്ക്കൊന്നും എന്നോട് ചെയ്യണ്ടായിരുന്നു. എന്റെ മുഖത്ത് പോലും നോക്കാതെ, ഒരു വാക്ക് പോലും മിണ്ടാതെ മാറി നടക്കുക. എന്റെ കരളെ മുറിയ. സീതേ, നീ ഒരു കാര്യം ചെയ്. നീ രാവിലെ എന്റെ പൂവൻ കോയിനെയൊക്കെ പുറത്താക്കി പടക്കോയിനെ കൂട്ടിലടച്ചിട്. എന്നിട്ട് ഇനി ഈ ഊര് ചുറ്റുന്നൊക്കെ നിർത്തിയിട്ട് എന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിഞ്ഞി, എന്നാ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെയില്ലേ, എന്റെ രേണുല്ലേ, ഓളെഞ്ഞി വിശ്വസിക്കരുത് കേട്ടോ. എന്റെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം ഓളാണ്. എനക്ക് ഓളെ നല്ലോണം അറിയാലോ. എന്നാ ഞാൻ പോട്ടെ.